ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന, പിതാവേ മഹത്വം. യേശുവേ മഹത്വം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ. കർത്താവിൻ്റെ സ്നേഹമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. വചനാഭിഷേകം നൽകണമേ എന്ന് തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. കർത്താവ് തൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ഭൂമിയിലൊരു രാജ്യമുണ്ട്. ഈ ഭൂമിയിൽ കുറേ ചിന്തകളുണ്ട്, കുറേ സാന്നിധ്യങ്ങളും സ്വാധീനങ്ങളുമുണ്ട്. കർത്താവ് പറയും, എൻ്റെ രാജ്യം ഇതാണ്. എൻ്റെ രാജ്യം എന്താണ്? സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് ഉപമിക്കുകയാണ്. വയൽ റെഡിയാണ്. ആ വയലിൽ വിതക്കാരൻ കർത്താവാണ്. വിതയ്ക്കുന്നത് ദൈവവചനം. അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, ഈ മനുഷ്യ ഹൃദയങ്ങളിൽ, ഈ ഭൂമിയിലുള്ള ഓരോ മക്കളിലും സ്വർഗരാജ്യം തരാൻ ആഗ്രഹിക്കുന്നു. വലിയൊരു ഉൾക്കാഴ്ചയാണ് കർത്താവ് നൽകുന്നത്. ഓരോ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലും ഇതാ വചനവിത്ത് പാകുമ്പോൾ തന്നെ സ്വർഗരാജ്യം പൊട്ടിമുളയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഒരു അഭിഷേകവും ശക്തിയും നമ്മൾ ചിന്തിക്കണം. കർത്താവിൻ്റെ വചനം ഇതാ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ദൈവം പാകുമ്പോൾ, ആ ഹൃദയം അത് സ്വീകരിക്കുമ്പോൾ, അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ സ്വർഗരാജ്യമായി. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യമില്ല. യേശുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനത്തെ കാണുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, അത് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വർഗരാജ്യമായി. പക്ഷേ ദൈവം നമുക്ക് തൻ്റെ രാജ്യം നൽകിയാലും, ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലും നമുക്ക് ഒരു ശത്രു ഉണ്ടെന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. സ്നേഹം നിറഞ്ഞവരെ, വളരെ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തെ കാണേണ്ട ഒരു സമയമാണിത്. കർത്താവ് ഒരു മുന്നറിയിപ്പ് തരുന്നൊരു കാര്യം ഇതാണ്. എന്നാൽ ആളുകൾ ഉറക്കമായപ്പോൾ, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം അവർക്ക് കിട്ടിത്തുടങ്ങിയപ്പോൾ വേറൊരാൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. ഒരു കുടുംബം സന്തോഷിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ജോലിയൊക്കെ കിട്ടി എല്ലാം ഒന്ന് പച്ചപിടിച്ച് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു നല്ലൊരു ജീവിതം തുടങ്ങിയപ്പോൾ, ഇങ്ങനെ ഒരു നന്മയുടെ വഴിയിലേക്ക് ഒരു വ്യക്തി, ഒരു കുടുംബം നടന്നു നീങ്ങുമ്പോൾ വേറൊരു വ്യക്തി അസ്വസ്ഥപ്പെടുകയാണ്. എപ്പോൾ വചനം പറയുകയാണ്, ആളുകൾ ഉറക്കമായപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങിയിരുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ശാന്തമായിട്ട് അവൻ ഉറങ്ങുകയാണ്. ആ സമയത്ത് ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. വളരെ ഗൗരവത്തോടെ നമുക്ക് കാണേണ്ട കാര്യം, രാത്രിയിലാണ് കള്ളൻ വരുന്നത്, രാത്രിയിലാണ് ശത്രു വരുന്നത്. അവൻ വരുന്ന സമയം രാത്രി. നമ്മൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മളിൽ നിന്ന് മാറ്റിക്കളയാൻ പിശാച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരിക. പിശാചിനറിയാം അവൻ്റെ കുതന്ത്രങ്ങളുമായി നേർക്കുനേർ വന്നാൽ ഒരു ദൈവമകൻ, ദൈവമകൾ, ഒരു നല്ല കുടുംബം അത് സ്വീകരിക്കില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പിശാച് കടന്നു വരികയാണ്. അവൻ്റെ കയ്യിലുള്ളത് മനസ്സിലാക്കേണ്ടത് കളകളാണ്. നല്ല വിത്തുകൾ ദൈവം നൽകുമ്പോൾ നേരെ എതിരായിട്ടുള്ളത് കളകളാണ് അവൻ നൽകുന്നത്. ചിന്തിക്കേണ്ട കാര്യം, വേറൊരു കാര്യം ഇതാണ്, കളകൾ അവൻ കളകളുടെ രൂപത്തിൽ ഒരിക്കലും നൽകുകയില്ല. നല്ല വിത്ത് വിതയ്ക്കുന്ന സ്ഥലത്ത് നല്ല വിത്ത് പോലെ അവൻ കൊണ്ടുപോയി കളകൾ ഇട്ടിട്ട് കളഞ്ഞു കളയും. രാത്രിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതാ പൈശാചിക ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരും. ചിന്തിക്കേണ്ട ഒരു കാര്യം, വളരെ നല്ല നല്ല ആളുകൾ, നല്ല നല്ല മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ പല രീതിയിൽ പ്രത്യക്ഷപ്പെടും. നല്ല നല്ല ബന്ധങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തരും. പക്ഷേ ഇത് കളയാണോ നല്ല വിത്താണോ എന്ന് തിരിച്ചറിയേണ്ട ഒരു സമയമുണ്ട്.
ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം ഈ സമയത്ത് വലിയ കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഒരു കുഴപ്പവുമില്ലെന്ന് ചിന്തിക്കുമ്പോൾ ഇതാ ശത്രു കടന്നു വരും. ഒരു കുഴപ്പവുമില്ലെന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു, കുടുംബം വലിയ പ്രശ്നമില്ലെന്ന് പോകുമ്പോൾ ഏത് സമയത്തും ഏത് രൂപത്തിലും നമുക്കൊരു ശത്രു കടന്നു വരാനുള്ളൊരു സാധ്യത കർത്താവ് പറഞ്ഞു തരികയാണ്. ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ഈ ആത്മാവും ദൈവത്തിൻ്റെ ഈ കൃപയും ദൈവത്തിൻ്റെ ഈ സ്നേഹവും എന്നും നമ്മുടെ വ്യക്തിജീവിതത്തിൽ നിറയാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു, എല്ലാ കാര്യങ്ങൾക്കും കുഴപ്പമില്ല എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ശത്രു വന്നിട്ട് നല്ല വിത്തിൻ്റെ രൂപത്തിൽ കളകൾ വിതച്ച് കടന്നു കളയാനുള്ള ഒരു സാധ്യത മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. നോക്കുക, ഇപ്പം അതൊരു കാടായി. ചെറിയ ചെറിയ കളകൾ വന്നവൻ വിതച്ചിട്ട് പോയപ്പോൾ ആ കളകൾ വളർന്ന് ഒരു കാടായി. ഈ കളകളുടെ ഈ ഉപമയെക്കുറിച്ച് കർത്താവ് വിശദീകരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിച്ചിരിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ നന്മ തരുന്നത്. ഒരു നന്മ നമുക്ക് കൊണ്ടുവന്ന് തരണമെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് തിന്മയുടെ സ്വാധീനം എടുത്താൽ എത്ര വലിയ ഒരു നന്മയായിട്ട് നമുക്ക് തോന്നിയാലും ആ വ്യക്തിയുടെ ജീവിതം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആ വ്യക്തി ഒരു തിന്മയുടെ പ്രേരണകൾക്ക് അടിമപ്പെട്ടിട്ടാണ് അത് വന്ന് വിതച്ചിട്ട് പോയിട്ട്. ചില നാശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ആ ഒരു ബന്ധം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. കർത്താവ് പറയുന്നത് എന്താണ്? വയലിലെ കളകൾ ഇങ്ങനെ പറയുന്നു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരുമാണ്. കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാച്ചാണ്. ആദ്യം പറഞ്ഞ വചനം എന്താണ്? അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത്. കർത്താവ് എന്നിട്ട് വീണ്ടും എക്സ്പ്ലനേഷൻ കൊടുക്കുക, അവ വിതച്ച ശത്രു പിശാച്ചാണ്. അപ്പോൾ കുടുംബത്തിൽ ചില കളകൾ വളർന്നു വരുമ്പോൾ, ചില തിന്മയുടെ സ്വാധീനങ്ങൾ മെല്ലെ 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 രൂപമെടുത്ത് വരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, എപ്പോഴോ ശത്രു നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് ചെറുതായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ആ സമാധാന അന്തരീക്ഷം തകർക്കാൻ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അത് വളർത്തുന്ന കാര്യം ശത്രു ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് വളർത്തുന്നത് അതവിടെ കിടന്ന് തന്നെ അങ്ങോട്ട് വളരും. ചെറിയൊരു നിസ്സാരമായിട്ട് ചില കാര്യങ്ങളെ കണ്ടാൽ അതവിടെ കിടന്ന് വളരും. ചെറിയ അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട സമയത്ത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ആ കളകൾ അവിടെ കിടന്ന് വളരും. പ്രിയപ്പെട്ടവരെ, മക്കളുടെ ചില സ്വഭാവ പ്രത്യേകതകൾ ഈ പ്രായത്തിൻ്റെയാണ്, ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞ് നമ്മളത് പരിഗണിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ കള അവിടെ കിടന്ന് വളരും. ചില പ്രത്യേകതകൾ, ഒരു അസ്വസ്ഥതകൾ വന്നു, കുടുംബത്തിൽ സംസാരമില്ല, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും തമ്മിൽ ചെറിയൊരു കാര്യം, ഒരു ദിവസം കഴിയുമ്പോൾ ഇതങ്ങോട്ട് ശരിയാവും, അങ്ങനെ പറഞ്ഞ് ചില കളകളെ നമ്മൾ അവിടെ കിടന്ന് വളരാൻ അനുവദിച്ചാൽ ഒരുപക്ഷെ അത് 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. അടുത്ത മാസം ഇതേ സമയത്ത് 2 എന്നുള്ളത് 4 ദിവസം നിങ്ങൾ സംസാരിക്കാണ്ടിരിക്കും. തൊട്ടടുത്ത മാസം ഒരാഴ്ച നിങ്ങൾ സംസാരിക്കാതിരിക്കും. ജീവിതത്തിലെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ചെറിയ ചെറിയ തിന്മയുടെ സ്വാധീനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ആ കളകൾ വളർന്ന് അതൊരു വലിയ വൃക്ഷമായി മാറും, അതൊരു കാടായി മാറും. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക. കാട്ടിൽ താമസിക്കുന്ന വന്യമൃഗങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കാട്ടിൽ താമസിക്കുന്ന മനുഷ്യവാസമില്ലാത്ത ആ സ്ഥലത്ത് താമസിക്കുന്ന ഈ മൃഗങ്ങൾ, സിംഹം, കടുവ, പുലി, സർപ്പങ്ങൾ, ഇതിൻ്റെ എല്ലാ സ്വഭാവ പ്രത്യേകതകളും ചിന്തിക്കുക. ആക്രമിക്കാൻ വരുന്നു, ഒരു ദയവും ദാക്ഷിണ്യവും അവിടെയില്ല. ക്ഷമ എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊന്നും അവയ്ക്കില്ല. അവ എന്ത് തോന്നുന്നോ അത് ചെയ്യുന്നു. ശാരീരികമായ എന്ത് ഇച്ഛ തോന്നുന്നോ അന്നേരം അത് പ്രവർത്തിക്കുന്നു. നോക്കിയേ, മൃഗങ്ങളുടെ സ്വഭാവം, കാട്ടിൽ വസിക്കുന്ന സ്വഭാവം, ഈ സ്വഭാവം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കടുവയെപ്പോലെ അലറിയെടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, ആനയെപ്പോലെ നശിപ്പിച്ച് കടന്നു പോകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, സർപ്പത്തെ പോലെ വിഷം ചീറ്റുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിൽ ഒരു കള കിടന്ന് വളർന്ന് വലുതായി ഒരു വൃക്ഷമായി നമ്മൾ വനത്തിലാണ് വസിക്കുന്നത്. കർത്താവ് പണ്ട് ഒരു പറുദീസ കൊടുത്തപ്പോൾ അതൊരു സ്വർഗരാജ്യമായിരുന്നു. എന്നാൽ പറുദീസയുടെ പുറത്തേക്ക് അവർ കടന്നു ചെന്നപ്പോൾ, പൈശാചികമായ ചില പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് പുറത്തേക്ക് നീങ്ങിയപ്പോൾ, ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ചില വൃക്ഷങ്ങളുടെ ഫലങ്ങൾ തിന്നപ്പോൾ പുറത്തിറങ്ങിയതായിരുന്നു പ്രിയപ്പെട്ട യഥാർത്ഥത്തിലുള്ള വനം. പറുദീസായിലെ നല്ല നല്ല വൃക്ഷങ്ങളും നല്ല നല്ല ഫലങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പുറത്തിറങ്ങിയപ്പോൾ കാടായിരുന്നു. ആ കാടിലായിരുമ്പോഴാണ് കാടിൻ്റെ സ്വഭാവം അവർക്ക് മനസ്സിലായത്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ,
കായൻ്റെ ആബേൻ്റെ സ്വഭാവം. അതിലൊരു മകനുണ്ടല്ലോ കായൻ, എന്താണ് ചെയ്തത്? വന്യമൃഗങ്ങൾ കടിച്ചു കീറുന്നത് പോലെ ഇതാ സ്വന്തം സഹോദരനെ വെട്ടിക്കൊന്നില്ലേ, കുത്തിക്കൊന്നില്ലേ, ആ മകനെ കൊന്നെടുത്തു. കാരണം എന്താണ്? സ്വഭാവം മാറിപ്പോയി. വന്യമൃഗങ്ങളുടെ സ്വഭാവം മനസ്സിലുണ്ടെങ്കിൽ, സിംഹത്തെ പോലെ അലറുന്നുണ്ടെങ്കിൽ, ആനയെ പോലെ തല്ലി ഉടച്ച് മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ, കളകൾ വളർന്ന് വനമായി മാറി വനത്തിനുള്ളിൽ നീ വസിക്കുന്നു. നിന്റെ കുടുംബത്തെ നിനക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഏത് ചെറിയ കാര്യമാണ് നിനക്ക് തിരുത്തേണ്ടത് ജീവിതത്തിലുള്ളെങ്കിൽ അത് ഇന്ന് തിരുത്തിയില്ലെങ്കിൽ നാളെ ആ കള വളർന്ന് അതൊരു വലിയൊരു വൃക്ഷമായി മാറി വനത്തിനുള്ളിൽ നീ ജീവിക്കുമ്പോൾ ഈ വന്യമൃഗങ്ങളുടെ സ്വഭാവം നിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് നീ തന്നെ നിനക്ക് ദൈവം നൽകിയ പറുദീസായാണ്. നീ നഷ്ടപ്പെടുത്തുന്നത് നിനക്ക് നൽകിയ നിന്റെ ബന്ധങ്ങളാണ്. നീ നഷ്ടപ്പെടുത്തുന്നത് സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ നിന്റെ മാതാവിനെയും നിന്റെ പിതാവിനെയും നിന്റെ സഹോദരങ്ങളെയുമാണ്. പറുദീസയുടെ പുറത്തേക്ക് പോകാതെ പറുദീസയുടെ ഉള്ളിൽ തന്നെ ദൈവകൃപ സ്വീകരിച്ച് വളരേണ്ടത് എങ്ങനെയാണെന്ന് ഇന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. കൃപ സ്വീകരിക്കേണ്ട സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു നന്മയ്ക്കായിട്ട് പരിഗണിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ വളരുന്ന വൃക്ഷം എന്തോ, നമ്മുടെ ഉള്ളിൽ നിറയുന്ന കൃപ എന്തോ, ആ കൃപയാണ് നമ്മുടെ ജീവിതം. വളരെ ഗൗരവത്തോടെ കാണുക. മത്തായിയുടെ സുവിശേഷം 12:33 പറയുന്ന വചനം ഇതാണ്: ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളെ നിസ്സാരമായിട്ട് കണക്കാക്കി തിന്മയുടെ സ്വാധീനങ്ങളെ നമ്മുടെ ഉള്ളിൽ വളർത്താൻ ഒരു കാരണവശാൽ നമ്മൾ അനുവദിക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നശിച്ചു പോകുന്ന ഒരു വ്യക്തി പോലും ഒരു ദിവസത്തിൽ നശിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ നശിക്കുന്ന വ്യക്തിയല്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു തിന്മയുടെ സ്വാധീനത്തെ അവനെടുത്ത് വളർത്തി. ആ കള അവിടെ കിടന്ന് പൊട്ടി മുളയ്ക്കാൻ അനുവാദം കൊടുത്തു. ആ കള നനയ്ക്കാൻ വെള്ളം ഉണ്ടായിരുന്നു. ആ കളയ്ക്ക് വേണ്ടി അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു സിഗരറ്റ് വലി തുടങ്ങി, ഒരു മദ്യപാനം തുടങ്ങി, അത് കഴിഞ്ഞ് അടുത്തത് തുടങ്ങി, ബന്ധങ്ങൾ തകർന്നു, രോഗിയായി, എല്ലാം തകർന്നു. ഓക്കെ, ജീവിതം ഒരു സുപ്രഭാതത്തിലല്ല തകരുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അപക്വമായ തീരുമാനങ്ങൾ നമ്മളെടുത്ത് ആത്മീയത നശിപ്പിച്ചു കളയുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. നമ്മുടെ ഫലം നോക്കിയാൽ നമുക്കറിയാം നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദൈവമക്കളും ചിന്തിക്കട്ടെ, ഏതെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും നിസ്സാരമായി കണക്കാക്കി ഒരു കളയെ ഞാൻ വളർത്തുന്നുണ്ടെങ്കിൽ നാളെ അതൊരു വൃക്ഷമായി എൻ്റെ ജീവിതത്തെ തകർത്ത് കളയുമെന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പിശാച് ബുദ്ധിപൂർവമായിട്ട് വന്നിട്ട് ഈ കളകൾ വിതയ്ക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പാപിനിയായ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുക. അവളുടെ മുൻപുള്ള ജീവിതം, യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴുള്ള ജീവിതം, അതിനുശേഷമുള്ള ജീവിതം. യേശു ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും നല്ല വിത്തുകൾ പാകി. പിശാച് വന്നിട്ട് അവളുടെ ജീവിതത്തിൽ ഒരു കള പാകിയിട്ട് പോയി. എന്താണ്? ശരീരത്തിൽ പാപം ചെയ്യാനുള്ള ഒരു കള. അവളത് അങ്ങോട്ട് വളർത്തി, കാര്യമായിട്ട് പരിഗണിച്ചില്ല. പക്ഷേ ആ കള വളർന്ന് അതൊരു ജീവിതത്തിലെ തകർത്ത് കളയുന്ന മൃഗീയ സ്വഭാവമായി മാറിയപ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനം അവൾക്ക് നശിച്ചു. ആ അവസ്ഥയിലാണ് അവൾ യേശുവിനെ വന്ന് കാണുന്നത്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ നോക്കുക, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഒരഭിഷേകവും കൃപയും സ്വീകരിച്ചപ്പോൾ, ആ കള അവളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോൾ, ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവ് പറയുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം അന്ന് മുതൽ നിനക്ക് കിട്ടി. ഒരു കള ജീവിതത്തിൽ വളരാൻ അനുവദിച്ചപ്പോൾ ഒരു മൃഗീയമായിട്ട് അവളുടെ ജീവിതത്തെ അത് ആക്രമിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു, എല്ലാം നശിപ്പിച്ചു പോയി. ഇതാണ് പറയുന്നത്, ഒന്നുകിൽ വൃക്ഷം നല്ലത്, അല്ലെങ്കിൽ ഫലവും, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. ഗൗരവത്തോടെ ചിന്തിക്കുക. ചെറിയൊരു കള പോലും നമ്മുടെ ജീവിതത്തിൽ വളരാനും അതിനെ ഒരു വൃക്ഷമാക്കി മാറ്റാനും ഒരു വനത്തിൽ ജീവിക്കാനും വന്യമൃഗങ്ങളുടെ സ്വഭാവമാക്കി മാറ്റാനും നമ്മുടെ ജീവിതത്തെ നമ്മൾ അനുവദിക്കാൻ പാടില്ല. സഖ്യവൂസിൻ്റെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. സഖ്യവൂസിൽ പിശാച് വന്നിട്ട് വിതച്ച ഒരു വിത്ത് എന്തായിരുന്നു അറിയാവോ? ഒരു കള. അത് ധനമോഹമായിരുന്നു. കർത്താവിൻ്റെ വചനം ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ധനമോഹം, ദ്രവ്യാസക്തി, ഇതെല്ലാം കൊണ്ട് ഈ ശക്തി കൊണ്ട് ഒരു ദിവസം കെണി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് വീഴാണ്ടിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ജീവിത വ്യഗ്രത, ധനാസക്തി, ഇതെല്ലാം കൊണ്ട് ഒരു ദിവസം കെണി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് വീഴാണ്ടിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഒരു വാണിംഗ് നൽകുന്ന ഇതാണ്, ഇത് വളർന്നു വലുതാകും. ഈ ധനമോഹം എന്ന് പറയുന്ന സാധനം ഇതങ്ങോട്ട് വളർന്നു വലുതായിട്ട് ഏത് പരിധിയിൽ കൂടെയും പടർന്ന് വന്തലിക്കുന്ന ഒരു വൃക്ഷമായിട്ട് മാറും. അതാണ് സഖ്യവൂസിന് പറ്റിയത്. വാസ്തവത്തിൽ എത്ര നല്ല മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഈശോയെ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞത്, കർത്താവെ, ഞാൻ എന്തൊക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു. ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം.
ഇത്രയും നല്ലൊരു ദൈവരാജ്യ അനുഭവം പണ്ട് ഇയാൾക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ശത്രു വന്നിട്ട് ഒരു വിത്ത്, ഒരു കള വിതച്ചിട്ട് പോയപ്പോൾ അന്ന് മുതൽ ഇതങ്ങോട്ട് ആർത്തിയായിട്ട് ഇദ്ദേഹം ധനത്തിൻ്റെ പുറകെ ഓടി. കർത്താവിന് മുമ്പിൽ വന്ന് നിന്നപ്പോൾ, ഒരു അഭിഷേകം സ്വീകരിച്ചപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. രക്ഷ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാഗ്ദാനം. രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം, സമാധാനം. വചനം പറയുന്നുണ്ടല്ലോ, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈ സന്തോഷം കിട്ടിയിട്ട് ആ സന്തോഷത്തിൻ്റെ നിറവിലാണ് ഈ മനുഷ്യൻ പറയുന്നത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ മനസ്സ് ഞാൻ കർത്താവിന് നിനക്ക് സമർപ്പിച്ചു. നോക്കിയേ, പണ്ടുണ്ടായിരുന്ന ജീവിതം നന്മയുടെ ജീവിതം, ശത്രു വന്നു, കള വിതച്ചു, ജീവിതം മാറി, അതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. വീണ്ടും യേശുവിൽ വന്നപ്പോൾ പഴയതിൻ്റെ അതേപോലൊരു ജീവിതം, കർത്താവിൻ്റെ രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ദൈവരാജ്യവും. നോക്കിയേ, ഈ മനുഷ്യൻ ആ ധനമോഹം എന്ന വൃക്ഷത്തെ ഉപേക്ഷിച്ച്, ആ കാട്ടിൽ താമസിക്കുന്ന ആ മൃഗീയമായ സ്വഭാവം ഉപേക്ഷിച്ച്, മറ്റുള്ളവരെ പൈസയ്ക്ക് വേണ്ടി ഉപദ്രവിക്കുന്ന സ്വഭാവം ഉപേക്ഷിച്ചിട്ട് വീണ്ടും കർത്താവിൻ്റെ പറുദീസായിലേക്ക് വന്നപ്പോൾ കർത്താവ് നൽകുന്ന ഫലങ്ങളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത്. ഇതാണ് മനസ്സിൻ്റെ ശാന്തി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യർ ജീവിതത്തിൽ അങ്ങനെ നടന്നു പോകും. അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. വലിയ 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 പ്രതിസന്ധികൾ വന്നാലും അവർ കർത്താവിൻ്റെ രാജ്യത്തിൽ ആ ഒരു കൃപയും അനുഗ്രഹവുമായിട്ട് അവർ മുന്നോട്ട് നീങ്ങും. ബെത്സൈദ കുളക്കരയിൽ നമ്മളൊരു വ്യക്തിയെ കാണുന്നുണ്ട്. ഈ വ്യക്തിയുടെ മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ മനുഷ്യനൊരു സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പിശാച് വന്നിട്ട് ഒരു കള വിതച്ചിട്ട് പോയി. എന്താണ്? നിരാശയുടെ കള. ഈ നിരാശയുടെ കളയുമായി 38 വർഷമാണ് മനുഷ്യൻ ജീവിച്ചു. നോക്കിയേ, ഒരു കള ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോയി. 38 വർഷം ആ കള അവിടെ കിടന്ന് വളർന്നു എന്നുള്ളതാണ്. നിരാശ പടർന്ന് പന്തലിച്ച് ജീവിക്കുക. ഈ മനുഷ്യൻ ആരെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. യേശുവിനെ കണ്ടിട്ട് പോലും, ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിനെ കണ്ടിട്ട് പോലും ഈ കള അയാൾ മാറ്റുന്നില്ല. കാരണം ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മാറുക നിസ്സാര കാര്യമല്ല. അച്ഛൻ പറഞ്ഞില്ലേ, ചെറിയൊരു കള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വളരാൻ അനുവദിച്ചാൽ 38 വർഷവും അത് അവിടെ കിടന്ന് വളരും. ജീവിതത്തെ തകർത്ത് തിന്നുന്ന, കാർന്ന് തിന്നുന്ന നിരാശയായിട്ട് മാറും. എന്തുകൊണ്ടാണ് ആളുകൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്? ചിന്തിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നിരാശയുടെ കള വളർന്ന് വലിയൊരു വൃക്ഷമായി മാറി. ആ വൃക്ഷത്തിൻ്റെ കൊമ്പിലാണ് ആ മനുഷ്യൻ കെട്ടിത്തൂങ്ങിച്ചാവുന്നത്. നിരാശയുടെ വൃക്ഷത്തിൻ്റെ കൊമ്പിലാണ് ഓരോ വ്യക്തിയും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. മനസ്സിലാക്കണം, ആ വൃക്ഷം വിട്ട്, ആ വനം വിട്ട് ദൈവത്തിൻ്റെ ഒരു രാജ്യമുണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു രാജ്യമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വന്നപ്പോൾ 38 വർഷമായിട്ടുണ്ടായിരുന്ന ആ ഒരു ദുഷ്ടാത്മാവിനെ, നിരാശയുടെ ആത്മാവിനെ കർത്താവ് പുറത്താക്കിയത്. നോക്കുക, ഈ മനുഷ്യൻ്റെ പിന്നീടുള്ള ജീവിതം, ഈ മനുഷ്യൻ കിടക്കയും എടുത്ത് ഓടുകയാണ്. പണ്ട് ചെറുപ്പകാലത്ത് ഒരുപക്ഷെ കുഞ്ഞുനാളിൽ ഓടി നടന്ന ആ ഒരു അനുഭവം ഇതാ ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയാണ്. എപ്പോഴും ചിന്തിക്കണം, നമുക്ക് 3 രീതിയാണുള്ളത്. 1, പണ്ട് നമ്മുടെ സ്വർഗം, ആ ഒരു അനുഭവം. 2, കളകൾ വിതച്ച് അത് വളരാനിടയായി നശിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ. 3, പണ്ടുണ്ടായിരുന്നതിലും വലിയൊരു അനുഭവം. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏത് വേണമെന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ വചനത്തിൽ മുമ്പിലിരിക്കുമ്പോൾ കൊളോസ്സൂസ് ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്ന് പറഞ്ഞാൽ കളകളല്ല, കളകളുടെ ആ ഒരു വൃക്ഷമല്ല, ആ ഒരു വനമല്ല, വന്യ സ്വഭാവമല്ല, മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളല്ല നിനക്ക് വേണ്ടത്. പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. കർത്താവിൻ്റെ വചനം ഒക്കെ പറയുന്നത് നമ്മൾ ഓർക്കുക, വളരെ ഗൗരവത്തോടെ ഓർക്കുക. പ്രഭാഷകൻ 6:2, അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്, അവൻ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും, അവൻ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും, നീ ഒരു ഉണക്കമരമായി തീരും. സഖ്യവൂസ് ഉണക്കമരമായി തീർന്നു, പാപിനിയായ സ്ത്രീ ഉണക്കമരമായി തീർന്നു. 38 വർഷം ഒരു കള വളരാൻ അനുവദിച്ചപ്പോൾ ആ മനുഷ്യൻ ഒരു ഉണങ്ങി നിരാശപ്പെട്ട് ജീവിച്ചു. പക്ഷേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജീവിതത്തെ ക്രമീകരിച്ചപ്പോൾ ഇതാ പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ആ മനുഷ്യൻ തീരുമാനമെടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളെയും ദൈവം മാറ്റിമറിച്ചു. എല്ലാ കാര്യങ്ങളിലേക്കും പുതിയ അഭിഷേകങ്ങൾ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. 2 കൊറിന്തോസ് 3:18 പറയുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ! കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പറുദീസായിലാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ടായിരുന്നത്. നമ്മൾ ചിന്തിച്ച്, ദൈവം അവർക്ക് പറുദീസായിൽ കൊടുത്ത വലിയ സൗഭാഗ്യം എന്താ? സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം അവർ ദുരുപയോഗിക്കുന്ന ഘട്ടം വരെ എത്തി എന്ന് പറഞ്ഞാൽ ഏത് സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത ദൈവം നൽകിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്തെ സ്വാതന്ത്ര്യമുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട വലിയൊരു ഗൗരവമായ കാര്യം, ചിലപ്പോൾ സംസാരിക്കാത്ത അവസ്ഥയുണ്ടാവാം. ചിലപ്പോൾ കുടുംബത്തിൽ ഒരാളും വേറൊരാളെ കാണുമ്പോൾ മുഖം തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ ഉണ്ടാകാം. ചിന്തിക്കേണ്ട
കാര്യം, പിശാച്ച് അവിടെ ഒരു കളവാകിയിട്ട് പോയിട്ടുണ്ട്. ഒരു തെറ്റിദ്ധാരണയുടെ ഒരു കളവാകിയിട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് വ്യക്തിയാണോ തീരുമാനമെടുക്കുക, ഈ കള വളർന്ന് വലുതായി ഒരു വൃക്ഷമായി മാറാൻ നീ അനുവദിക്കരുത്. ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? നല്ല വിത്തുകളുടെ കൂടെയാണ് കളകൾ വിതച്ചത് പിശാച്ച്. എന്ന് പറഞ്ഞാൽ നല്ല കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. എത്രയോ നല്ല നല്ല കുടുംബങ്ങൾ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ തകർന്നു പോകുന്നില്ലേ? സ്വത്തിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിലടിച്ച് മരിക്കുന്നില്ലേ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു കള അവിടെ പിശാച്ച് വന്ന് പാകിയിട്ട് പോയി. പുറത്തു നിന്നുള്ളൊരു ബാഹ്യശക്തി വന്നതിൽ ഒരു ഇടപെടൽ നടത്തിപ്പോയി. ആ തിന്മയുടെ സ്വാധീനത്തെ വളർത്താൻ നമ്മൾ അനുവദിച്ചു. ശത്രുത മനസ്സിലുള്ളിടത്തോളം കാലം ഈ കള വളർന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കുടുംബബന്ധങ്ങൾ ഒരിക്കലും അകന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, ലൂക്കായുടെ സുവിശേഷത്തിൽ, ഊമനായ ഒരു പിശാച്ച് കർത്താവ് എന്ത് ചെയ്തു? ആ വ്യക്തിയിൽ പോയിട്ട് ആ പിശാച്ചിനെ ബഹിഷ്കരിച്ച ഉടനെ ആ വ്യക്തി സംസാരിക്കാൻ തുടങ്ങി. നോക്കുക, അന്ധകാരത്തിൻ്റെ കള ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, നന്മയുടെ കുടുംബമാണെങ്കിൽ പോലും അവിടെ നിസ്സാരമായിട്ട് കാര്യത്തിന് അവർ പിണങ്ങിപ്പോവും, തർക്കങ്ങളുണ്ടാകും, അവർ പിന്നെ സംസാരിക്കാണ്ടാവും. നോക്കുക, ചില കളകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ വളരാൻ നമ്മൾ ഇനി ഒരിക്കൽ പോലും അനുവദിച്ചുകൂടാ. ബന്ധങ്ങൾ കൂട്ടിയോജിക്കപ്പെടട്ടെ, സ്നേഹം കുടുംബ ബന്ധങ്ങളിലേക്ക് നിറയട്ടെ. എല്ലാ ബന്ധങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരുവാൻ ആ ഒരു കൃപയ്ക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഏക മറുമരുന്നെന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾക്ക് ആ കളയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുകയാണെങ്കിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ഞാൻ തരുന്ന ഫലം നിങ്ങൾ ഭക്ഷിക്കുക. ഒന്നുകിൽ ഫലം നല്ലത്, വൃക്ഷവും നല്ലതാണ്. അപ്പോൾ കർത്താവ് തരുന്ന ഫലം എന്താണ്? വിശുദ്ധ കുർബാന. കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ കളകളുടെ സ്വാധീനം മാറിപ്പോകും. കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഇതാ പരിശുദ്ധാത്മ അഗ്നി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. കളകളുള്ള ആ ഒരു വനം കത്തി നശിച്ച് ചാമ്പലായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കളകൾ നമ്മൾ വളരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മോശമായ വിത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ ചിന്തിക്കുക, കർത്താവ് തരുന്ന ഫലം യേശുവെന്ന ആ ഒരു കൃപ നമ്മൾ സ്വീകരിക്കുക. വിശുദ്ധ കുർബാന സ്വീകരിച്ച് വലിയ തീഷ്ണതയോടെ ഭക്തിയോടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വിത്ത് വളർന്നു വലുതാകും. അതൊരു വൃക്ഷമായി മാറും, അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വൃക്ഷം. ആ തണലിൽ നീയും നിൻ്റെ കുടുംബവും നീ മക്കളോട് ചേർന്ന് സന്തോഷത്തോടെ ആ തണലിലിരിക്കുമ്പോൾ ഇതിനെ പറയുന്നതാണ് പറുദീസ അനുഭവം എന്ന് പറയുന്നത്. ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന പറുദീസ അനുഭവം എന്ന് പറയുന്നതാണ്. അവിടെയാണ് ഒരു വ്യക്തിക്ക് സന്തോഷമുണ്ടാകുന്നത്. അവിടെയാണ് പൈശാചിക ശക്തികൾ തോറ്റ് ഊട്ടിപ്പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവായ ഈശോയെ, എപ്പോഴും ദൈവത്തിൻ്റെ ഈ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം ഒരിക്കൽ കൂടി ഓർക്കുക. കൊളോസ് ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം, പഴയ മനുഷ്യനെ അവൻ്റെ സകല ചെയ്തികളോടും കൂടെ നിഷ്കാസനം ചെയ്യുവിൻ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. കളകളെല്ലാം നീങ്ങിപ്പോകട്ടെ. ദൈവം നൽകുന്ന വിത്ത് അവിടെ പൊട്ടി മുളച്ച് വൃക്ഷമായി മാറട്ടെ. വന്യമൃഗങ്ങളുടെ സ്വഭാവം എന്നേക്കുമായ ജീവിതത്തിൽ നിന്ന് തുടച്ച് നീക്കപ്പെടട്ടെ. ദൈവ സ്വഭാവം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുന്ന സ്നേഹം, അത് നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. അതൊരു വലിയ ദൈവാനുഭവമായി മാറട്ടെ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ, പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും സമൃദ്ധമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.